ചേപ്പറമ്പ് SNVA LP സ്കൂൾ 100 വർഷം പൂർത്തിയാക്കുന്നു. 1926 ഏപ്രിൽ മാസം അധ്യാപകനായിരുന്ന PP കണ്ണൻ മാസ്റ്ററാണ് ഈ വിദ്യാലയത്തിന് തുടക്കം കുറിച്ചത്. ഏകാധ്യാപക വിദ്യാലയത്തിൽ നിന്ന് 1 മുതൽ 5 വരെ ക്ലാസുകളുള്ള LP സ്കൂളായി മാറി. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിലും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും ഒട്ടേറെ പ്രതിഭകളെ സൃഷ്ടിക്കാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചു. ഔദ്യോഗിക രംഗത്തും കലാകായിക മേഖലകളിലും കഴിവ് തെളിയിച്ച നിരവധി വ്യക്തികളുടെ പ്രാഥമിക വിദ്യാലയമായി മാറാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇരിക്കൂർ ഉപജില്ലയിലും കണ്ണൂർ ജില്ലയിലും അക്കാദമിക മികവിൽ മികച്ച സ്ഥാനം നേടാൻ വിദ്യാലയത്തിന് സാധിച്ചു. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ച ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഈ മാർച്ച് മാസത്തോടെ നടക്കുകയാണ്. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇരിക്കൂർ MLA സജീവ് ജോസഫ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. മുൻകാല PTA ഭാരവാഹികളെ ആദരിക്കൽ, ജില്ലയിലെ പ്രമുഖ സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന സാഹിത്യം ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്നിവ ഇതിനോടകം നടന്നു കഴിഞ്ഞു. നിലവിൽ വിദ്യാലയത്തിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തിയുള്ള കുടുംബസംഗമം നാളെ നടക്കുകയാണ്. പ്രഭാഷകൻ VK സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി മാസം പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. 100 വർഷത്തിനിടയിൽ ഇവിടെ പഠിച്ച പരമാവധി പൂർവ്വ വിദ്യാർത്ഥികളെ സംഗമത്തിൽ പങ്കെടുപ്പിക്കാനുള്ള വലിയ ശ്രമമാണ് സംഘാടക സമിതി നടത്തുന്നത്. ശതാബ്ദി സുവനീറിന്റെ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. 101-അംഗ സംഘാടക സമിതിയുടെ ചെയർമാൻ NA ഉമേഷ്, കൺവീനർ KJ ജോണി, ഖജാൻജി K രഞ്ജിത്ത്, അധ്യാപക രക്ഷാകർതൃ സമിതി ഭാരവാഹികൾ CK സതീശൻ, ജിൻസി ജോയ് എന്നിവരാണ്. മാർച്ച് മാസം നടക്കുന്ന വിപുലമായ വാർഷിക സമ്മേളനത്തോടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം ആകും. ശ്രീകണ്ഠപുരം പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ KJ ജോണി, NA ഉമേഷ്, പ്രഥമ അധ്യാപകൻ PK ശ്രീജിത്ത്, SRG കൺവീനർ PP അജയൻ, PTA പ്രസിഡന്റ് CK സതീശൻ എന്നിവർ പങ്കെടുത്തു. തയ്യാറെടുപ്പുകൾ ആരംഭിച്ചത് കാരണം വിദേശ രാജ്യങ്ങളിലും അതുപോലെ പുറം നാടുകളിൽ ഇപ്പോൾ പയ്യന്നൂർ ഭാഗത്തുള്ള എല്ലാ നാടുകളിലെയും പോയ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു അറിയിപ്പ് നൽകിക്കൊണ്ട് വളരെ വിപുലമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി നാടിൻ്റെ 100-ാം വർഷത്തിന് സ്കൂളിൻ്റെ മികവ് വളരെ ഭംഗിയിൽ അറിയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനും നാട്ടുകാർ തയ്യാറായിരിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് മാർച്ച് മാസം വലിയൊരു സമാപനമായിക്കൊണ്ട് വാർഷികാഘോഷം, വലിയ രീതിയിലുള്ള വാർഷികാഘോഷം നടക്കുകയാണ്. 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ വിദ്യാലയം കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് പുതിയൊരു കെട്ടിടങ്ങൾ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പോൾ മികവിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ വർഷത്തെ ഈ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു മികവ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കുട്ടികളെയും എഴുത്തും വായനയും പൂർണ്ണമാക്കുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് നമ്മളവിടെ രൂപവൽക്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയ പ്രഖ്യാപനം കൂടി അന്ന് വാർഷികത്തിൽ നടത്തുവാനാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം ഇപ്പം വിദ്യാലയങ്ങളിൽ വളരെ വിഷമകരമായ ഒരു കാര്യമാണ് അക്ഷരത്തെറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം, അതുപോലെ ഗണിതത്തിലൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെ നമ്മുടെ മുൻ വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട MLA-യുടെ ദിശാദർശൻ പരിപാടിയിൽ ആദ്യ വർഷം തന്നെ അവാർഡ് കരസ്ഥമാക്കിയ വിദ്യാലയമാണ്. ഇരിക്കൂർ ഉപജില്ലയിൽ ഏറ്റവും മികച്ച വിദ്യാലയങ്ങൾ ഒന്നായി നമ്മുടെ വിദ്യാലയത്തെ 1-ാമത്തെ ദിശാദർശൻ പരിപാടിയിൽ തിരഞ്ഞെടുത്തിരുന്നു നമ്മുടെ. അതുപോലെ കണ്ണൂർ ജില്ലയിലായാലും പഠന മികവിൻ്റെ കാര്യത്തിൽ വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ട് ഏറ്റവും ഉന്നതമായി നമ്മുടെ വിദ്യാലയം ജില്ലയിൽ തന്നെ അറിയപ്പെട്ട ഒരു വിദ്യാലയമാണ്. സമീപത്തെ പൊതുവിദ്യാലയങ്ങളിൽ എനിക്ക് നമ്മുടെ നാടിൽ നിന്ന് സമാന്തര വിദ്യാലയങ്ങൾക്ക് കുട്ടികളൊന്നും പോകാതെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് തന്നെ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 1-ാം ക്ലാസ്സിൽ 25 കുട്ടികളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. 24 കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ 1-ാം ക്ലാസ്സിൽ മാത്രം നിലവിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ നാട്ടുകാരുടെ നല്ലൊരു രക്ഷിതാക്കളുടെയും അതുപോലെ PTA-യുടെയും നാട്ടുകാരുടെയും വളരെ വലിയൊരു പിന്തുണ നമ്മുടെ വിദ്യാലയത്തിന് വളരെ വ്യക്തമായിട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് ഇത്തരം മുന്നേറ്റങ്ങൾ നമ്മൾ നടത്താൻ വേണ്ടി സാധിക്കും. അധ്യാപകരുടെയും രക്ഷിതാക്കളും PTA എന്നുള്ള വളരെ വലിയ കൂട്ടായ്മ. രക്ഷിതാക്കളൊക്കെ നാട്ടുകാരും ഒന്നടങ്കം ഏത് കാര്യം പറഞ്ഞാലും വിദ്യാലയത്തിനൊപ്പം നിൽക്കുന്ന ഒരു പ്രത്യേകമായ നല്ല സന്തോഷകരമായ ഒരു കാലാവസ്ഥ ചേപ്പറമ്പിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാലയം ഓരോ ദിവസവും അവരുടെ സഹകരണത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ചത്. അതിൽ ആദ്യത്തെ ലോഗോ പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട് അതുവരെ നിലവിലുണ്ടായിരുന്ന PTA പ്രസിഡന്റുമാരെയൊക്കെ സ്വീകരിക്കുകയും ആനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് സംഘാടക സമിതി രൂപീകരിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് മാഷ് പറഞ്ഞു കഴിഞ്ഞത്. അതിൽ ഏറ്റവും ആദ്യം നടന്ന പരിപാടി ഒരു സാഹിത്യം എന്ന പേരിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റ് ആയിരുന്നു. അത് കണ്ണൂർ ജില്ലയിലും പുറത്തുമുള്ള വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള സാഹിത്യകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്കും അതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിൽ മുൻപ് പഠിച്ചിറങ്ങിയ സാഹിത്യത്തിൽ തൽപരരായിട്ടുള്ള ആളുകൾക്കും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്ന കുടുംബ സംഗമത്തിൻ്റെ വിശദാംശങ്ങൾ മാഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി
നടക്കാനിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഒരു സംഘാടനം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് മാഷ് സൂചിപ്പിച്ചത്. കാരണം 100 വർഷത്തിനിടയിൽ ഇവിടെ പഠിച്ചിറങ്ങിയ മുഴുവൻ ആളുകളെയും പരസ്പരം ബന്ധപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഒരു കൊച്ചു പ്രദേശത്ത് നിന്നുകൊണ്ട് ഇന്ന് സാധിക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം പത്രമാധ്യമങ്ങൾ കൂടി അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പ്രധാനമായിട്ടും ഈ ഒരു പത്രസമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യം നമ്മൾ കാണുന്നത്. അതോടൊപ്പം പരിപാടിയെ പരമാവധി നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഈ മികവുകളും അതുപോലെ തന്നെ വിദ്യാലയം ഈ 100ാം വർഷവുമായിട്ട് ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന കാര്യങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്.